പരിശുദ്ധ റമളാനിലെ ഇതുവരെ നമ്മളെടുത്ത മുഴുവൻ ആരാധനാ കർമ്മങ്ങളും അള്ളാഹു സ്വാലിഹായ കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഏതെങ്കിലും വിധത്തിൽ പോരായ്മകളോ അബദ്ധങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ റഹ്മാനായ നാഥൻ അത് നമ്മൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണ് എന്ന ചോദ്യത്തിന് നമ്മൾക്കേവർക്കും അറിയാവുന്ന ഉത്തരം അത് പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് റമളാനുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന ഏതൊരു പ്രഭാഷണങ്ങളിലും ആദ്യം ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ റമളാനിലാണ് ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമായ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത്. അഥവാ അള്ളാഹുവിൻ്റെ പക്കലുള്ള മറ്റുള്ള മാസങ്ങളിൽ നിന്ന് അള്ളാഹു റമളാനിനെ ഈ പരിശുദ്ധ ഖുർആൻ അവതീർണമാക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുകയും അതിൻ്റെ അനുയായികളായി അള്ളാഹു നമ്മളെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനുമായി നമ്മൾക്കുണ്ടാകേണ്ട ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞ ആയത്തുകളും ഹദീസുകളുമെല്ലാം അറിയുകയും കേട്ടതിൻ്റെയും അടിസ്ഥാനത്തിൽ ധാരാളം പാരായണം ചെയ്യുകയും കഴിവിൻ്റെ പരമാവധി സമയം ഖുർആനുമായി ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അള്ളാഹു നമ്മുടെ പാരായണങ്ങളെയും പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെയും അവൻ്റെ തൃപ്തിയിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഖുർആനിനെ ഇത്രയേറെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ദിനരാത്രങ്ങളായതുകൊണ്ട് പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട അള്ളാഹു അവതരിപ്പിച്ച മാസമായതുകൊണ്ടും ഖുർആനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് നമ്മൾക്ക് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു തന്നത്? ഒന്നുകൂടി പറഞ്ഞാൽ, അള്ളാഹു എന്തിനു വേണ്ടിയാണ് ഈ ഖുർആൻ നമ്മുടെ കൈകളിലേക്ക് നൽകിയത്? ആ ഖുർആനിനോട് വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ബാധ്യത എന്താണ്? വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇതാണ്. എന്തിനാണ് അള്ളാഹു ഖുർആൻ നമ്മൾക്ക് അവതരിപ്പിച്ചു തന്നത്? പരിശുദ്ധ ഖുർആൻ ഓതി തീർക്കുവാൻ വേണ്ടിയാണോ? അല്ല, പരിശുദ്ധ ഖുർആൻ ഓതുവാൻ കൂടിയാണ്. എന്നാൽ ഖുർആനിനോടുള്ള ഒന്നാമത്തെ ബാധ്യത ഓതി തീർക്കുക എന്നതാണോ? അല്ല. അതിന് പുണ്യമുണ്ട്, പക്ഷെ ഒന്നാമത്തെ ബാധ്യത അതല്ല. പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കുക എന്നതാണോ ഖുർആനിനോടുള്ള ഒന്നാമത്തെ ബാധ്യത? അല്ല. ഹിഫ്ളാക്കുന്നതിന് വലിയ പുണ്യമുണ്ട്, അത് ഖുർആനിനോടുള്ള ബാധ്യതകളിൽ പെട്ടത് തന്നെയാണ്, പക്ഷെ ഒന്നാമത്തെ ബാധ്യത അതല്ല. പരിശുദ്ധ ഖുർആനിന്റെ തജ്വീദിനെ കുറിച്ച് പഠിക്കുകയാണോ ഖുർആനിനോടുള്ള ഏറ്റവും വലിയ ബാധ്യത? അതിന് പുണ്യമുണ്ട്, പക്ഷെ ഒന്നാമത്തെ ബാധ്യത ഈ പറഞ്ഞതൊന്നുമല്ല. ഓത്ത് വേണം, ഹിഫ്ള് വേണം, തജ്വീദ് വേണം, ഭംഗി വേണം, തിലാവത്ത് വേണം, എല്ലാം വേണം. പക്ഷെ ഖുർആനിനോടുള്ള ഒന്നാമത്തെ ബാധ്യത എന്താണ്? അത് ആ ഖുർആനിന്റെ ആയത്തുകളെ ജീവിതത്തിൽ പകർത്തുക എന്നതാണ്. സഹോദരങ്ങളെ, അള്ളാഹു എന്തിനാണ് ഖുർആൻ നമ്മൾക്ക് അവതരിപ്പിച്ചു തന്നത്? ഒറ്റ ഉത്തരമാണ് അതിനുള്ളത്. ആ ഖുർആൻ അനുസരിച്ച് നമ്മൾ ജീവിക്കാനാണ്. അതുകൊണ്ടാണ് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഈ മാസത്തിലാണ്, റമളാനിലാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്. അതിന്റെ ബാക്കി എന്താണ്? അതിന്റെ ബാക്കി ഹുദൽ ലിന്നാസ്, ഈ ഖുർആൻ ജനങ്ങൾക്ക് മാർഗദർശകമാണ്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ഒരു വിശ്വാസിക്ക്, ഒരു മനുഷ്യന് സത്യമേതാണ് അസത്യമേതാണ്, നന്മ ഏതാണ് തിന്മ ഏതാണ്, ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഒഴിവാക്കണം, എന്തൊക്കെ ചെയ്താലാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക, എന്തൊക്കെ ചെയ്താലാണ് നരകത്തിൽ പ്രവേശിക്കുക, എന്തൊക്കെ കാര്യങ്ങൾ ഇടപഴകുമ്പോഴാണ് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുക, എന്തൊക്കെ കാര്യങ്ങൾ ഇടപഴകുമ്പോഴാണ് ശൈത്വാന്റെ അനുയായിയാവുക എന്നത് വേർതിരിച്ചു പറഞ്ഞു തന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ അള്ളാഹു നമ്മൾക്ക് തന്നത് ഈ ഖുർആൻ അനുസരിച്ച് നമ്മൾക്ക് ജീവിക്കാനാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് ഫമൻ തബിഅ ഹുദായ, ഈ ഖുർആനിനെ ആരെങ്കിലും പിൻപറ്റി ജീവിച്ചാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവനാണ് സങ്കടമില്ലാത്ത ലോകം ഈ ദുനിയാവിലും സ്വർഗലോകം പരലോകത്തും അള്ളാഹു കൊടുക്കുക.
ദുഃഖമോ വിഷമമോ അവർക്കുണ്ടാവുകയില്ല എന്നതിന്റെ വിശദീകരണം അതാണ്. സഹോദരങ്ങളെ, ആർക്കാണ്? ഖുർആൻ പാരായണം ചെയ്യുന്നവന് മാത്രമല്ല, പാരായണം ചെയ്യുക വഴി ജീവിതത്തിൽ പകർത്തുന്നവന്, തജ്വീദ് അറിയുക വഴി ജീവിതത്തിൽ പകർത്തുന്നവന്, മക്കളെ ഹിഫ്ള് കോഴ്സിന് പറഞ്ഞയക്കുക വഴി ജീവിതത്തിൽ പകർത്തുന്നവന്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഹാദാ കിതാബുൻ, ഇത് അല്ലാഹുവിന്റെ വേദഗ്രന്ഥമാണ്. അൻസൽനാഹു മുബാറക്കുൻ, അല്ലാഹു ഇതിന്റെ ഓരോ ഹർഫുകളിലും അനുഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്. ഫത്തബിഊഹു, വിശ്വാസികളെ നിങ്ങൾ ആ ഖുർആനിനെ പിൻപറ്റുകയാണ് വേണ്ടത്. ആയത്തുകൾ വെച്ച് നിങ്ങൾ ജീവിക്കുകയാണ് വേണ്ടത്. ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. ഖുർആനിന്റെ ആയത്തുകൾക്കനുസരിച്ച് മാതൃകയായി ജീവിക്കുകയാണ് വേണ്ടത്. സഹോദരങ്ങളെ, നമ്മളെ നാളെ ഖബറിലേക്ക് എടുത്തു വെക്കുന്നു. ഖബറിൽ നിന്ന് നമ്മളോട് മലക്കുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നെന്താണ്? മാ ഇമാമുക. മാ ഇമാമുക എന്നതിന്റെ അർത്ഥം എന്താണ്? എന്താണ് നിന്റെ ഇമാമായി നീ സ്വീകരിച്ചത്? നമ്മളെ ഇവിടെയുള്ള പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി വെക്കും. ആരുടെ മണ്ണിൽ കൊണ്ടുപോയി വെക്കും? ബന്ധുമിത്രാദികൾ പ്രാർത്ഥിച്ചു പോകും. അവിടെ വെച്ച് മലക്കുകൾ നമ്മുടെ അടുക്കലേക്ക് വരും. എന്നോടും നിങ്ങളോടും ചോദിക്കും, വല്ലാഹി ചോദിക്കും, മാ ഇമാമുക, എന്താണ് നിന്റെ ജീവിതത്തിൽ നീ ദുനിയാവിൽ ഇമാമായി സ്വീകരിച്ചത്? എന്താ സഹോദരങ്ങളെ അതിന്റെ ഉത്തരം? അൽ ഖുർആനു ഇമാമി, ഖുർആനാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഇമാമായി സ്വീകരിച്ചത്. അതിന്റെ ആശയം എന്താണ്? ആർക്കാണിത് പറയാൻ കിട്ടുക? അല്ലാഹുവേ, എനിക്കൊരു കുട്ടി ജനിച്ചു, ഞാൻ ഖുർആൻ അനുസരിച്ചാണ് ആ കുട്ടിയുടെ പേരിടൽ മുതൽ ആ കുട്ടിയെ വളർത്തുന്നത് വരെ ചെയ്തത്. അതാണ് ഇമാമാക്കുക എന്ന് പറഞ്ഞാൽ. ഞാൻ എന്റെ മോളുടെ കല്യാണം നടത്തി, അല്ലാഹുവേ ഖുർആൻ അനുസരിച്ചാണ് ഞാൻ വിവാഹത്തിന്റെ ആലോചന നടത്തിയത്, വിവാഹ നിശ്ചയം നടത്തിയത്, വിവാഹത്തിന്റെ സദ്യ വിളമ്പിയത്, വിവാഹത്തിന്റെ നിക്കാഹ് സദസ്സൊരുക്കിയത്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെയാണ് ഞാൻ എന്റെ ജീവിതത്തിലെ കച്ചവടങ്ങൾ, ഇടപാടുകൾ, മാതാപിതാക്കളോടുള്ള പെരുമാറ്റങ്ങൾ, എന്റെ ജീവിതത്തിൽ അയൽവാസികളുമായിട്ടുള്ള ബന്ധങ്ങൾ, എന്റെ ജീവിതത്തിലെ ക്രയവിക്രയങ്ങൾ ഓരോന്നും അല്ലാഹുവേ ഞാൻ മുന്നിൽ വെച്ചത് നാട്ടുകാരെയല്ല, എന്റെ ഇഷ്ടങ്ങളെയല്ല, എന്റെ കുടുംബത്തിന്റെ ആഗ്രഹങ്ങളെയല്ല. അൽ ഖുർആനു ഇമാമി, അല്ലാഹുവേ ഖുർആനിന്റെ ആയത്തുകൾക്കനുസരിച്ചാണ് എന്റെ കല്യാണം, എന്റെ വേഷം, എന്റെ വീട്, എന്റെ കുടുംബം, എന്റെ കച്ചവടം, എന്റെ ക്രയവിക്രയം, എന്റെ രഹസ്യ ജീവിതം, എന്റെ പരസ്യ ജീവിതം. അങ്ങനെ ഒരാൾ ജീവിക്കുമ്പോഴാണ് ഖബറിൽ ഉത്തരം പറയാൻ കിട്ടുക. ജീവിക്കുമ്പോഴാണ് ഉത്തരം പറയാൻ കിട്ടുക. സഹോദരങ്ങളെ, അവിടെ അൽ ഖുർആൻ ഇമാമി എന്ന് ഉത്തരം പറയാൻ കഴിയാത്തവർക്ക് ശിക്ഷയുണ്ടല്ലോ. അതാർക്കാ കഴിയാതിരിക്കുക? ഖുർആൻ കാണാത്തവർക്കോ? അൽ ഖുർആൻ ഇമാമി എന്ന് ഖബറിൽ വെച്ച് ഉത്തരം പറയാൻ കഴിയാത്തവരാരാണ്? ഖുർആൻ കാണാത്തവരോ, ഖുർആൻ ഓതാൻ കിട്ടാത്തവരോ, ഖുർആനിന്റെ തജ്വീദ് അറിയാത്തവരോ, ഖുർആനിന്റെ ഇഖ്ഫാഉം ഇൽഹാറും അറിയാത്തവരോ, ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യാൻ കഴിയാത്തവരോ അല്ല. പിന്നെയോ ഇതൊക്കെ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. ഖുർആൻ അനുസരിച്ച് ജീവിക്കാത്തവർ, ഖുർആൻ അനുസരിച്ച് ജീവിക്കാത്തവർ. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് സഹാബാക്കൾ പറഞ്ഞത് ഖുർആനിനെ നബി അവർക്ക് അവതരിപ്പിച്ച് കൊടുത്തത് എന്തിനാണ് എന്നറിയുന്നത് കൊണ്ട്. സഹാബാക്കൾ പറയാൻ, മദീന പള്ളി പ്രവാചകൻ അവർക്ക് ഖുർആനിന്റെ ആയത്ത് ഓതിക്കേൽപ്പിച്ചു കൊടുക്കണോ? 20ഓളം ആയത്തുകൾ നബിക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തുകൾ ഇങ്ങനെ ഓതി ശരിക്ക് കേൾക്കണോ? 10 ആയത്തെത്തി. സഹാബാക്കൾ പറയാം, കുന്നാ ഇദാ തഅല്ലംനാ മിനൻ നബി 10 ആയാത്തി മിനൽ ഖുർആൻ. പ്രവാചകൻ ഞങ്ങൾക്ക് 10 ആയത്ത് ഇങ്ങനെ ഓതി തന്നു. 11ാമത്തെ ആയത്ത് ഇങ്ങനെ ഓതാൻ നിൽക്കുമ്പം ലം നതഅല്ലം മിനൽ 10 അല്ലത്തി നസലത് ബഅദഹാ ഹത്താ നഅലമ മാ ഫീഹി മിനൽ അമൽ. ഞങ്ങൾ നബിയോട് പറഞ്ഞു, നബിയെ 11 അവിടെ നിൽക്കട്ടെ, ആദ്യം ഞങ്ങൾ ഈ കേട്ട 10 ആയത്തൊന്ന് ജീവിതത്തിൽ പകർത്തി ഞങ്ങൾ വരാം, ബാക്കി 11 മുതൽ പിന്നെ ഓതി തന്നാൽ മതി. നബിയെ, അള്ളാഹു താങ്കൾക്ക് അവതരിപ്പിച്ചെന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ 10 ഓതി തന്നില്ലേ? മതി നബിയെ, ഞങ്ങളതൊന്ന് ജീവിതത്തിൽ പകർത്തട്ടെ, എന്നിട്ടുടനെ വരാം. പ്രവാചകരെ, ബാക്കി പിന്നെ ഓതി കേൾപ്പിച്ചെന്നാ മതി. എല്ലാം കൂടി ഒന്നിച്ചോതി കേൾപ്പിച്ചെന്നിട്ട് ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ? ഖുർആൻ എന്തിനാ കൂട്ടരെ? ഖുർആൻ എന്തിനാണ്? ഓതുന്നതോടൊപ്പം ജീവിതത്തിൽ പകർത്താനാണ്, ഹിഫ്ളാക്കുന്നതോടൊപ്പം ജീവിതത്തിൽ പകർത്താനാണ്, അവനവന്റെ തജ്വീദ് പഠിക്കുന്നതോടൊപ്പം ജീവിതത്തിൽ പകർത്താനാണ്. ജീവിതത്തിൽ പകർത്താതെയുള്ള ഒരു ഓത്ത് ഇസ്ലാമിൽ ഇല്ല. അത് പുതിയ കാലഘട്ടത്ത് സൗകര്യത്തിന് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്.
നമ്മുടെ പ്രധാനം തജ്വീദായി, നമ്മുടെ പ്രധാനം ഇഖ്ഫാഉം ഇൽഹാറുമായി, നമ്മുടെ പ്രധാനം ഖുർആനിന്റെ വശ്യതയായി, നമ്മുടെ പ്രധാനം ഖുർആൻ അനുസരിച്ചുള്ള ജീവിതത്തിൽ വന്ന് ഞാനും നിങ്ങളും പണ്ഡിതന്മാരും പോയി. അപ്പൊ എന്തായെന്നറിയോ? ഓതുന്ന ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ കുടിയന്മാർ വരാൻ തുടങ്ങി. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്കിടയിൽ കുടുംബത്തിന്റെ പ്രശ്നങ്ങളുള്ള കുടുംബങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. നബിന്റെ കാലത്ത് അങ്ങനെയല്ല. കുടുംബ പ്രശ്നമുള്ളിടത്ത് നബി ഖുർആൻ ഓതും, പ്രശ്നം നിൽക്കും. കുടിയന്മാരുടെ വീട്ടിൽ പോയി പ്രവാചകൻ ഖുർആൻ ഓതും, കുടി നിർത്തും. കച്ചറയുണ്ടാക്കുന്നവരുടെ വീട്ടിൽ പോയി ഖുർആനിന്റെ ആയത്തോതും, കച്ചറ നിൽക്കും. നമ്മുടേത് ഓത്തൊരു ഭാഗത്ത് തുടരുന്നു, കച്ചറ ഒരു ഭാഗത്ത് തുടരുന്നു. അതെന്തേ കാരണം? നമ്മൾ പ്രയോറിറ്റി മറന്നു. നമ്മുടെ മെയിൻ അജണ്ട മനോഹരമായോ അൽഹംദുലില്ലാഹ് നല്ലതാണ്, പക്ഷേ അതിന്റെ ഏറ്റവും മുകളിലാണ് അതനുസരിച്ച് ജീവിക്കുക. സഹോദരങ്ങളെ, സഹാബാക്കൾ ഇങ്ങനെ ജീവിച്ചു. ആ ജീവിതം കൊണ്ടാണ് വിപ്ലവം ഉണ്ടായത്. അവരെങ്ങനെയാ റളിയല്ലാഹു അൻഹുമായത്? എങ്ങനെയായത്? അവരെങ്ങനെയാണ് സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ എങ്ങനെയായത്? കുടിയന്മാരായി, ഭയങ്കര കുടിയൻ. നിസ്കാരത്തിൽ പോലും കുടിക്കണോലായിരുന്നു. അള്ളാഹുവിന്റെ ആയത്ത് വന്നു ഫഹൽ അൻതും മുൻതഹൂൻ. ഘട്ടം ഘട്ടമായിട്ടാണെങ്കിൽ അവസാനം ഫഹൽ അൻതും മുൻതഹൂൻ, വിരമിക്കാറായില്ലേ? അബ്കാരി കോൺട്രാക്ടർമാരടക്കം നിർത്തി. ഒറ്റ ആയത്തുമ നിർത്തി. എന്ത് നിർത്തി? കച്ചവടം നിർത്തി, കുടിയും നിർത്തി. ആയത്തുമ നിർത്തി. ജീവിതത്തിൽ ഒരു സഹോദരിയെങ്കിലും ശാരീരികമായി ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ അന്തസ് കേടാണെന്ന് വിചാരിച്ചവർക്കിടയിലാണ് അള്ളാഹുവിന്റെ ആയത്തിറങ്ങിയത്. വലാ തഖ്റബു സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. വ്യഭിചാരത്തോട് അടുക്കരുത്, മോശമാണ്. നിർത്തി. എന്ത് നിർത്തി? അതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തിന്റെ ഇഷ്ടം ആയത്തിനനുസരിച്ച് നിർത്തി. ഒന്നിനും രണ്ടിനും കച്ചറ കൂടി. ഗുണ്ടായിസം അഭിമാനമാണ് തറവാടിന്റേത് എന്ന് വിചാരിച്ചവർക്കിടയിലേക്ക് പ്രവാചകൻ വന്നു. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫസ്ലിഹു ബൈന അഖവൈക്കും. വിശ്വാസികളെ, നിങ്ങൾ ഏകോദര സഹോദരങ്ങളാണ്. നിങ്ങൾ തല്ലൂടാൻ പാടില്ല. നിങ്ങൾക്കിടയിൽ ഐക്യവും സ്നേഹവും ഉണ്ടാക്കലാണ് നിങ്ങൾ വേണ്ടത്. അടികൂടിയവർ പരസ്പരം കെട്ടിപ്പുണർന്ന് മക്കളെ വിവാഹബന്ധം വരെ നടത്തി. എങ്ങനെ? ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. ഇതാണ് ഖുർആൻ. ഇതിനാണ് അല്ലാഹു ഖുർആൻ ഇറക്കിയത്. ഓതുന്നതോടൊപ്പം ജീവിക്കാനാണ്. ഒരു അമുസ്ലിം സഹോദരൻ, അവന് അറബി അറിയുന്നില്ല, പ്രാഥമികമായ 4, 2, 3 സൂറത്തുകളെ അവൻ അറിയുകയുള്ളൂ. അവനും ഉത്തരം പറയാൻ കിട്ടും. അൽ ഖുർആനു ഇമാമി. എങ്ങനെ? അവൻ ഖുർആൻ അനുസരിച്ച് ജീവിച്ചാൽ മതി. അവിടെ നിന്ന് പിന്മാറുന്നു. ഗൗരവത്തിൽ പറയാണ്, പിന്മാറുന്നു. എന്നിട്ട് ഓത്തിന് മാത്രം പ്രാധാന്യം, തജ്വീദിന് മാത്രം പ്രാധാന്യം. എന്നിട്ട് അത് സുഖാണ്, നല്ല സുഖാണ്. ഒരു 10, 50 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകും. എന്നും ഓതിവിടെ നല്ലതാണ്, പുണ്യമാണ്. പക്ഷെ അതമ്മ നിൽക്കുന്നു. ഖുർആൻ അതിനല്ല ഇറക്കിയത്. ഖുർആൻ ഓതുന്നതനുസരിച്ച് ജീവിക്കാനാണ്. ഫമൻ തബിഅ ഹുദായ, ആ ഹിദായത്താകുന്ന ഖുർആനെ പിൻപറ്റാനാണ്. പിൻപറ്റുമ്പോഴേ സ്വർഗുള്ളൂ. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പള്ളിയിൽ ക്ലാസ് എടുക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തോതി. അല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖി വയഖതഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല വയുഫ്സിദൂന ഫിൽ അർള് ഉലൈക ഹുമുൽ ലഅന വലഹും അസൂഉദ്ദാർ. അർത്ഥം പറയാം. പ്രവാചകൻ ആ ആയത്തോതിയത് ഇങ്ങനെ പറഞ്ഞിട്ടാണ്: ഈ സദസ്സിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം മുറിച്ചിട്ടുള്ളവർ എന്റെ ഈ ക്ലാസ് ഇരിക്കുന്ന സദസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് എഴുന്നേറ്റ് പോകണം. നബിന്റെ വാക്കാട്ടോ, എഴുന്നേറ്റ് പോകണം. നബി അവിടുന്ന് പറഞ്ഞതാണ്. കാരണം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാകും. നിങ്ങൾ ഇരിക്കുന്ന സദസ്സിൽ റഹ്മത്തിന്റെ മലക്കൾ ഇറങ്ങൂല. എന്നിട്ട് ഈ ആയത്തോതി. ആ സദസ്സിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇരിക്കണ്ടായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി ഇത് പറഞ്ഞ ഉടനെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോയി. തിരിച്ചു വന്നപ്പോഴേക്കും ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. നബി ചോദിച്ചു, അബൂ ഹുറൈറ ഈ എവിടുക്കാ പോയത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹ്, ഞാൻ എൻ്റെ അമ്മാവനോട് തെറ്റിക്കായിരുന്നു. നിങ്ങൾ ആ ആയത്തോതിയില്ലേ? ഏതായത്ത്? ഇപ്പൊ ഓതിയ ആയത്ത്. എന്താണ് അതിന്റെ ആശയം അറിയോ? അള്ളാഹു പറഞ്ഞ ബന്ധങ്ങളിൽ
ഏതെങ്കിലും ഒന്ന് മുറിച്ചു കളഞ്ഞിട്ടുള്ള ആളുകൾ ഉലൈക ഹുമുൽ ലഅന, അവർക്ക് അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ ജമീഅൽ മുഅ്മിനീൻ മുഴുവൻ സത്യവിശ്വാസികളുടെയും മലക്കുകളുടെയും ശാപമുണ്ടാകും. വലഹും അസൂഉദ്ദാർ, ഓരോരോ നിസ്കാര ഇബാദത്തായിട്ട് പരലോകത്ത് വരട്ടെ, അവർക്ക് ഞാൻ നരകശിക്ഷ കഴിഞ്ഞിട്ടേ ബാക്കി പരിഗണിക്കുള്ളൂ എന്ന ആയത്തോതിയിലെ നബിയെ. ഞാൻ അമ്മാവൻ ഇങ്ങോട്ടാണോ തെറ്റ് ചെയ്തത്, ഞാനാണോ ആദ്യം മിണ്ടേണ്ടതൊന്നും ഞാൻ ആലോചിച്ചില്ല. ഞാൻ എന്റെ പരലോക രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ ഓടിപ്പോയി നബിയെ. അമ്മാവനെ കെട്ടിപ്പിടിച്ച് സലാം പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നതാണ് നബിയെ. ഒറ്റ ആയത്ത്, ഒരൊറ്റ ആയത്ത്. പള്ളിയിൽ നിന്ന് പോയി ആയത്തനുസരിച്ച് ജീവിച്ച് തിരിച്ചു വന്നു. ഞാൻ ചോദിക്കാൻ, ഞാനടക്കം പരിശുദ്ധ ഖുർആനിൽ ഈ ആയത്ത് സൂറത്ത് ബഖറയിൽ നിന്ന് എത്ര വത്രം ഖത്തം തീർത്തു നമ്മൾ. ഇപ്പോഴും ഏട്ടനനിയം മിണ്ടില്ല, അയൽവാസികൾ മിണ്ടണില്ല. സലാം പറയാത്തവർ, സലാം മടക്കാത്തവർ, ക്ഷണിക്കാത്തവർ, ക്ഷണിച്ചാൽ സ്വീകരിക്കാത്തവർ, ഒരു സൊഫിൽ വന്ന് നിൽക്കാത്തവർ, സ്വന്തം വീട്ടിൽ നിന്ന് വെള്ളം കൊടുക്കാത്തവർ, അവൻ മരിച്ചാൽ പോലും പോയി കാണാത്തവർ ഇല്ലേ? ഉണ്ട്. ഇതെത്ര വട്ടോതി, ഇതെത്ര വട്ടമോതി, എത്ര റമളാൻ കഴിഞ്ഞു. ഒരുമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പിറന്നു വീണ ഒരേ രക്തത്തിൽപ്പെട്ട ജേഷ്ഠനും അനിയനും എത്ര വർഷമായി മിണ്ടുന്നില്ല. എത്ര റമളാൻ കഴിഞ്ഞു, എത്ര വട്ടം ഖത്തം തീർത്തു. ഈ ആയത്തെന്തിനാ കുട്ടി അള്ള ഇറക്കിയത്? ഓതി ഉമ്മ വെച്ചിട്ട് കുട്ടിയാ കിട്ടാത്ത സ്ഥലത്തുണ്ടായി ഖുർആൻ വെക്കാനോ? അതിനതിറക്കിയത് അല്ല. ഇതിറക്കിയത് എന്തിനറിയോ? ഇത് ഓതിയിട്ട് പോയിട്ട് സലാം പറയാനാണ്. റമളാനാണ്, നമ്മൾ നോമ്പൊക്കെ. ഉമ്മാരെ, നിങ്ങൾ ഏതെങ്കിലും ഒരാളോട് തെറ്റിയിട്ടുണ്ടെങ്കിൽ 8 വട്ടം ഖത്തം തീർത്താലും ആ ഖത്തം തീർക്കുന്ന കൂട്ടത്തിൽ ഈ ആയത്തുകൾ പരലോകത്തെതിരായിട്ട് വരും. കാരണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ വാക്ക് എന്തറിയോ? പ്രവാചകന്റെ വാക്ക്, യുഫ്തഹു അബ്വാബുൽ ജന്നത്തി യൗമുൽ ഇസ്നൈനി വയൗമുൽ ഖമീസ്. എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും അല്ലാഹു സ്വർഗ്ഗത്തിന്റെ കവാടം തുറക്കും. ആഴ്ചയിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്നതും പാപങ്ങൾ പൊറുക്കുന്നതും ഈ 2 ദിവസം. അതുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് എനിക്ക് നോമ്പാകണം, തിങ്കളും വ്യാഴവും നോമ്പായത് അതുകൊണ്ടാണ്. ശരി, എന്നിട്ട് പ്രവാചകന്റെ വാക്കാട്ടോ, ഫയുഗ്ഫറുല്ലാഹു കുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈആ. ശിർക്ക് ചെയ്യാത്ത മുഴുവൻ ആൾക്കാർക്കും അല്ലാഹു ഒന്ന് പാപമോചനം കൊടുക്കും, അമൽ ഉയർത്തും. ഇല്ലാ റജുലൻ, ഒരാൾ അല്ലാഹു പൊറുക്കൂല. അവരെ ശിർക്ക് ചെയ്തിട്ടല്ല, അയാൾ ശിർക്ക് ചെയ്യാത്തവരാണ്, പക്ഷെ അയാളുടെ അമൽ അല്ലാഹു സ്വീകരിക്കൂല, പാപം പൊറുക്കൂല. ആരാണ് നബിയെ ആ ഹതഭാഗ്യൻ? പ്രവാചകന്റെ വാക്ക്, കാന ബൈനഹു വബൈന അഖീഹി ശഹ്ന. അയാളും അയാളുടെ പെങ്ങളും അയാളും അയാളുടെ ജേഷ്ഠനും അവളും അവളുടെ അനിയത്തിയും അവർ തമ്മിൽ, അയാളും അയാളുടെ അയൽവാസിയും തമ്മിൽ തെറ്റിലാണ്. മിണ്ടണത് വരെ അല്ലാഹു ഇബാദത്ത് സ്വീകരിക്കൂല. ഇതെന്തിനാ സഹോദരങ്ങളെ പറയുന്നത്? എത്ര വട്ട ആയത്തോതി? സഹാബാക്കൾക്ക് ഒരൊറ്റ വട്ടാണ് ആയത്തോതിയത്. പോയി മിണ്ടി, ഇങ്ങോട്ട് വരണ്ടല്ലേ, ഞാൻ താഴ്ത്തില്ലല്ലേ, മൂപ്പരല്ലേ ആദ്യം തെറ്റിയത്, മൂപ്പരോട് ഞാൻ 4 വട്ടം പോലെ. ഒന്നുമില്ല. പടച്ചോനെ, ഉലൈക ഹുമുൽ ലഅന, തെറ്റി നിൽക്കുന്നവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. പടച്ചോനെ, ഞാൻ നുദിയാവുന്ന ഈഗോ വന്ന് എന്റെ ഭാഗം ന്യായീകരിച്ച് ജീവിച്ചാൽ, മണ്ണിന്റെ അടിക്ക് വെച്ചാൽ എനിക്ക് അല്ലാഹുവിന്റെ ശാപം കിട്ടാനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ തൗഹീദ് അനുസരിച്ച് ജീവിച്ച്, ഞാൻ എന്തിനാ നോമ്പോൽക്കണ്? എനിക്ക് പച്ചവെള്ളം കുടിച്ചൂടെ? ഈ സമയത്ത് ബിരിയാണി ഇന്നൂടെ? ഞാൻ പട്ടിണി കിടക്കുന്ന സ്വർഗം കിട്ടാനല്ലേ? ആ സ്വർഗം പോകുന്നറിഞ്ഞാൽ ഖുർആൻ അനുസരിച്ച് ജീവിക്കാനാണ് അല്ലാഹു തന്നത്. നമ്മുടെ റമളാൻ മാറ്റങ്ങൾക്ക് തുടക്കാകണം. റമളാൻ സാധാരണ പാരമ്പര്യമായി പോകരുത്. ഖുർആൻ അനുസരിച്ച് നമ്മൾ ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഫോൺ വഴിയെങ്കിലും വിളിച്ച് സലാം പറയണം. എന്നിട്ട് ഖുർആൻ നാളെ പരലോകത്ത് വരണം. അൽ ഖുർആനു ഹുജ്ജത്തുൽ ലക വഅലൈക്. ഖുർആൻ നമ്മൾക്ക് അനുകൂലമായും പ്രതികൂലമായും സാക്ഷി പറയും. എന്താ അനുകൂലം? പടച്ചോനെ, പള്ളി മിമ്പറിൽ നിന്ന് അദ്ദേഹം ഖുതുബ കേട്ടു, ഈ ആയത്ത് പ്രകാരം തെറ്റരുത്. അദ്ദേഹം അതിനുശേഷം പോയിട്ട് മിണ്ടി, അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം ഫോൺ വിളിച്ചിട്ടെങ്കിലും പോയിട്ട് പറഞ്ഞു, നോക്കൂ, അസ്സലാമു അലൈക്കും, കാരണം എനിക്ക് സ്വർഗം കിട്ടണം, അല്ലാഹുവേ അദ്ദേഹത്തിന് സ്വർഗം നൽകണമേ എന്ന് ഖുർആൻ നമ്മൾക്ക് അനുകൂലമായി സാക്ഷി പറയും. എന്താ അലൈക്ക എന്ന് പറഞ്ഞാൽ? എതിരായി പറയുന്ന എന്താ? അല്ലാഹുവേ, ഖുർആനിലെ ആയത്ത് കേട്ടു, എന്നിട്ട് അബ്ദുറഹ്മാൻ കാക്കാണ്ട് പറഞ്ഞു, നമുക്ക് മജീദാക്കാനോട് മിണ്ടല്ലേ? അബ്ദുറഹ്മാൻ കാക്ക പറഞ്ഞു, മജീദിനോട് മിണ്ടിയിട്ട് കിട്ടുന്ന സ്വർഗം തൽക്കാലം അബ്ദുറഹ്മാന് വേണ്ടാറ്. മൈമുനാത്ത ഫാത്തിമാത്താനോട് നമ്മൾ തെറ്റിയാൽ നരകം കിട്ടും, ഫാത്തിമാത്താനോട് തെറ്റിയിട്ട് കിട്ടുന്ന നരകം തൽക്കാലം മൈമൂനെ ക്ഷമിച്ചോളാന്ന് പറഞ്ഞു. ഖുർആൻ പറയും, പടച്ചോനെ പുച്ഛിച്ചതാണ്. 8 വട്ടം ഖത്തം തീർത്തിട്ടും ആയത്തുകൾ മുന്നിലൂടെ തജ്വീദ് അനുസരിച്ച് മണിച്ചോതിയിട്ടും ജീവിക്കാൻ റെഡിയായില്ല. പടച്ചോനെ നരകത്ത് കൊണ്ടുപോയി ഇടണം എന്ന് ഖുർആൻ എതിര് പറയും. ഖുർആൻ അല്ലാഹു തന്നത് ജീവിക്കാനാണ്.
ആ ജീവിതം മറച്ചു വെച്ചാണ്ട് നമ്മളിങ്ങനെ ഓതിങ്ങനെ നിൽക്കുക, ഓതുന്നതിനെതിരല്ല കേട്ടോ. എന്നിട്ട് ആ ഓത്തും മാത്രം എന്ത് ചെയ്താലും ഞാൻ ഓതുന്നുണ്ട്, എനിക്ക് അതിന്റെ തെജ്വീദ് അറിയാം, എനിക്ക് അതിന്റെ എല്ലാ സംഗതികളും അറിയാം. അതിനല്ല അല്ല തന്നത്, അതറിയുന്നതോടൊപ്പം ജീവിക്കാനാണ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ അറിയോ? നബിന്റെ അഴാപ്പിയാണ്. എന്തേന് പണി അറിയോ? അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്താ പണി അറിയോ? വട്ടിപ്പലിശന്റെ ഏജന്റ്. വട്ടിപ്പലിശന്റെ ഏജന്റ്. സാധാ പൈസ ഒന്നല്ല. അള്ളാഹുവിന്റെ ആയത്തിറങ്ങി. എന്താ ആയത്തറിയ സോങ്ങളെ? യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, വത്തഖുല്ലാ, ഒന്നാമത്തെ വാക്കിട്ടോ, അള്ളാഹിനെ സൂക്ഷിക്കണം. വദറൂ മാ ബഖിയ മിനർ റിബ, പലിശ ഇനത്തിൽ ഇനി നിങ്ങൾക്ക് കിട്ടാനുള്ളത് മുഴുവൻ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, സഹാബാക്കൾ എങ്ങനെ നിർത്തി, എളാപ്പാനങ്ങൾ നിർത്തി. എളാപ്പാക്ക് അറിയില്ല എന്തിനാ പോണത്. ഈ ആയത്തോതി പലിശ ഇനത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സാമ്പത്തിക ഇടപാട് കൊടുക്കാണെങ്കിൽ ഇന്നു മുതൽ മുസ്ലിമീങ്ങൾ കൊടുക്കണ്ട. നബിന്റെ വാക്കെന്തറിയോ? അതിന്റെ ഒന്നാമത്തെ ഭാഗം, എന്റെ എളാപ്പ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് ആരെങ്കിലും വല്ലതും പലിശ ഇനത്തിൽ കൊടുക്കാണ്ടെങ്കിൽ ഇനി ആരും കൊടുക്കേണ്ടതില്ല. എത്ര ദിവസങ്ങളെ കിട്ടാനറിയോ? ലക്ഷക്കണക്കിന് ദീനാറും ദിർഹമും. 10 റുപ്യല്ല, 10,000 റുപ്യല്ല, ലക്ഷക്കണക്കിന് സ്വർണ്ണ നാണയം, വെള്ളി നാണയം. ഒറ്റ ആയത്തുമ പോവുകയാണ്, ഒറ്റ ആയത്തുമേ. എന്താ ചരിത്രത്തിൽ അറിയോ? അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക, നെഞ്ചത്ത് ഇങ്ങനെ കൈവച്ചിട്ട് എന്താ പറയണ? അബ്ബാസേ അടങ്ങ്, അള്ളാഹുവിന്റെ ആയത്താണ്. അബ്ബാസേ ഉൾക്കൊള്ള്, അള്ളാഹുവിന്റെ ആയത്താണ്. അബ്ബാസേ കീഴൊതുങ്ങിക്കോ, സ്വർഗത്തിന് വേണ്ടിയാണ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അല്പനേരം നിന്നു, എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് നബി പറഞ്ഞ പോലെ, എന്റെ കുട്ടി പറഞ്ഞ പോലെ എനിക്ക് ഇനി പലിശ ഇനത്തിൽ തരേണ്ട ഒരു രൂപ പോലും ഇനി ആരും തരേണ്ടതില്ല. ഖുർആൻ എന്തിനറിയോ സഹോദരങ്ങളെ? ഇതിനാണ്. ഖുർആൻ എന്തിനറിയോ സഹാബാക്കൾ മനസ്സിലാക്കിയേ? ഇതിനാണ്. നമ്മള് പരിശുദ്ധ ഖുർആനില് എത്ര വട്ടം ഓതി, എത്ര വട്ടം. എന്നിട്ട് മകൻ ഗൾഫിൽ നിന്ന് അയച്ച പൈസ എടുക്കാൻ വേണ്ടി ബാങ്കിക്ക് പോകാൻ. പലിശ ഇനത്തില് ഇക്കാക്ക ഒരു 35,000 റുപ്യ ഉണ്ട്. 35,000 റുപ്യ ഉണ്ടെങ്കിൽ കൂട്ടിക്കളാ. എന്തേ? ഒന്നുമില്ല. ആരൊക്കെയാ പറയുന്നത്? PF പലിശയില് അത് മൂല്യം കണക്കാക്കുമ്പോ 2020 വാങ്ങിയ പലിശ 2024 ആകുമ്പോ ടാഗ് ആയിക്കോളും. അതുകൊണ്ട് പലിശ ഇനത്തിൽ PF വരുന്ന പലിശ കുഴപ്പമില്ല. ആരൊക്കെയോ 10,000 ഒരു പണ്ഡിതൻ പറഞ്ഞ ഒരു വാക്കെടുത്താണ്ട് നമ്മൾ പലിശ നമ്മളെ കൂട്ടത്ത് കൂട്ടാണ്. ഖുർആൻ 4 ഓതി. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബ, അള്ളാഹു കച്ചവട ഹലാലാക്കി പലിശ ഹറാമാക്കി. ഇങ്ങോട്ട് എന്താ നമ്മൾ ചെയ്യണറിയോ? അവിടെ അടയാളം വെക്കുക. ഇതാ 18 ജുസായി, 24 ജുസായി. ഇങ്ങോട്ട് നേരെ പോകാൻ. എന്ത്? പലിശ കൊണ്ട് വണ്ടി വാങ്ങുക, പലിശ കൊണ്ട് വീട് വെക്കുക, പലിശ കൊണ്ട് മക്കളെ പഠിപ്പിക്കുക, പലിശ കൊണ്ട് ഫോൺ വാങ്ങുക, പലിശ കൊണ്ട് വാങ്ങിയ വീട്ടിൽ ഖുർആൻ ക്ലാസ് സംഘടിപ്പിക്കുക, പലിശ കൊണ്ട് വാങ്ങിയ വാഹനത്തിൽ തറാവീഹിന് വരിക. എവിടെയാ പഴച്ചതറിയോ? ആ വരുന്ന വാഹനത്തിലും ഉണ്ടാകും സൂറത്തു യാസീൻ. വണ്ടിക്കകത്ത് സ്പ്രിങ്ങിൽ ആടിങ്ങനെ ഉണ്ടാവും. ആടുക, ഖുർആൻ ആടുന്നുണ്ട്. പക്ഷെ ആ ഖുർആൻ ജീവിതത്തെ പകർത്താൻ അല്ലാഹു തന്നതാണ്. ഞാൻ എന്നോടെന്ന പോലെ പറയാൻ, തിരിച്ച് മുസ്ലിം സമുദായം നടന്നിട്ടില്ലെങ്കിൽ ഗുരുതരമായ ഭവിഷ്യത്തുണ്ടാവും. ഇസ്ലാഹി പണ്ഡിതന്മാർ, നിങ്ങൾ മുൻകാലത്തെ മുഴുവൻ ഇസ്ലാഹി പണ്ഡിതന്മാരെ ആലോചിച്ച് നോക്കി. ആരെ ഓത്ത് കേൾക്കാനാ സോങ്ങളെ ഭംഗിയുള്ളത്? സമ്മേളന നഗരിയിൽ അവരോതുമ്പം ആരെ ഓത്ത് കേൾക്കാനാ ഭംഗിയുള്ളത്? പിന്നെ എങ്ങനെ ഇസ്ലാഹി പ്രസ്ഥാനം വളർന്നറിയോ? അവിടെ ഓത്തിലല്ല പ്രധാനം, അവർ ഓതുന്നത് കാരിരുമ്പ് പോലത്തെ ശബ്ദമാണെങ്കിലും, അവരോതുന്നത് കുറച്ചാണെങ്കിലും ആ ഓതുന്നതിനനുസരിച്ച് അവർ ജീവിച്ച് കാണിച്ചൊന്നു. അപ്പൊ നമ്മളുണ്ടായി, പള്ളിണ്ടായി, മഹല്ലുണ്ടായി. നമ്മൾ എന്തേ ദിവസങ്ങളെ ഓത്ത് സജീവാക്കി, അൽഹംദുലില്ലാ. പക്ഷെ ഓത്തിനൊപ്പം ഉണ്ടാകേണ്ട ജീവിതമുണ്ട്, അത് വഴിക്കൺ മാറ്റിച്ചു. എന്നിട്ട് ടീച്ചർമാര് മുഴുവൻ ലേണിംഗ് ക്ലാസ് എടുക്കാൻ എന്താ അറിയോ? തജ്വീദ് മാത്രം. സുഖാണ്, ആർക്കും കൊള്ളൂല. നൂനിന്റെ അവിടെ മണിച്ചാ മതി, മീമിന്റെ അവിടെ സുക്കൂനിട്ടാ മതി, മാത്രം പറഞ്ഞാ മതി. അതിന്റെ അപ്പുറമൊന്നുമില്ല, അതിന്റെ അപ്പുറം ഒന്നുപോലുമില്ല. അതല്ല ദീൻ. അത് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ പറയണം, ഈ ഓതുന്നതിൽ തജ്വീദിൽ വ്യത്യാസം വന്നാലും പരലോകത്ത് കുറ്റമില്ല. പരമാവധി നന്നാക്കിയാൽ പുണ്യമുണ്ട്, പക്ഷെ കുറ്റല്ല. എന്നാൽ ഈ ഓതുന്ന ആയത്ത് ജീവിതത്തിൽ പകർത്തിയിട്ടില്ലെങ്കിൽ നരകം കിട്ടുമെന്ന് പറഞ്ഞുകൊടുക്കണ്ടേ? അത് പറഞ്ഞുകൊടുക്കൂല.
ഖുർആൻ ജീവിതത്തെ പകർത്താനാണ്. അതില്ലാത്തതുകൊണ്ടാണ് റമദാൻ അല്ലാഹു എന്തിനാ തന്നത്? തഖ്വ ഉണ്ടാക്കാനല്ലേ? അല്ലേ സോങ്ങളെ? പെരുന്നാളിനെത്തുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ റമദാനിന്റെ മുന്നിൽ ഉണ്ടായിരുന്നതിനേക്കാൾ തഖ്വ വർദ്ധിപ്പിക്കാനല്ലേ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്, ഇബാദത്ത് ചെയ്യുന്നത്? അങ്ങാടി കൂടെ നടക്കിൻ, നമ്മുടെ മക്കളിൽ നമ്മുടെ പേരക്കുട്ടികളെ നോക്കിൻ, ഇസ്ലാമികമായി ഔറത്ത് പോലും മറക്കാതെ നോമ്പ് നോറ്റിക്കുന്ന സഹോദരിമാരും പെൺകുട്ടികളുണ്ട്. നിങ്ങൾ ചോദിച്ചു നോക്കി, അവർക്ക് നോമ്പില്ലേ? ഉണ്ട്. ഖത്തം തീർത്തിട്ടില്ലേ? പകുതി വരെ എത്തി മൗലവി എന്ന് പറയും. അതിലെത്ര വട്ടോതി സഹോദരങ്ങളെ? വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. അവനവൻ അല്ലാഹു അനുവദിച്ച മുഖവും മുൻകൈ ഒഴികെ ബാക്കി ഭാഗം മറക്കണമെന്ന് ഓതാത്തോണ്ടാണോ? അല്ല, പിന്നെ ചെയ്യൂല. പക്ഷെ മനസ്സിൽ സമാധാനം എന്താ അറിയോ? ഞാൻ ഓതുന്നുണ്ട്. ആ സമാധാനത്തുനിന്ന് പോകണം. പടച്ചോനെ, ഞാൻ ഈ ഓതിയ ആയത്തുകൾ പരലോകത്ത് വരുമ്പം എനിക്ക് അനുകൂലമാകണം. അതിന്റെ ഏറ്റവും ഗുരുതരമായ അവസ്ഥ ഏതറിയോ? റമദാൻ 17 വരെയാണ്. അടുത്ത വെള്ളിയാഴ്ച മുതൽ മിക്കവാറും 18 റമദാൻ 17 വരെയാണ്. നമ്മുടെ നാട്ടിലെ ഓരോ പള്ളിയിലും ബദരീങ്ങളുടെ ആണ്ട് നടക്കും. നിങ്ങളൊന്ന് വെറുതെ മനസ്സിലാലേക്കും, കേരളത്തിലെ മുഴുവൻ ആശയപരമായി വിയോജിപ്പുള്ള പള്ളികളിലും സാധാരണക്കാരായ സാധുക്കളായ നിഷ്കളങ്കരായ മനുഷ്യരും ആ നാട്ടിലെ ഉലമാക്കളും ആ വിഷയത്തിലെ ഉലമാക്കളും പരിശുദ്ധ ഖുർആൻ എത്ര തവണ ഓതിയിട്ടുണ്ടാകും? എത്ര? വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിന്റെ പുറമെ ആരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ അതിനേക്കാളും വലിയ അക്രമകാരി ആരുമില്ല. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അല്ലാഹുവിന്റെ പുറമെ ഒരാളെയും വിളിക്കരുത് എന്ന് ഓതാത്തതുകൊണ്ടാ? അല്ല, ഓതി ഉമ്മ വെച്ച് അതേ മൈക്കന്റെ മുകളിലൂടെ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കും. സഹോദരങ്ങളെ, ഈ മാറ്റം ശിർക്കല്ലാത്ത വിഷയത്തിൽ നമ്മളിലേക്കും വന്നു തുടങ്ങി. അത് മാറണം. തിരിച്ചറിവുണ്ടാകണം. നമ്മൾ ഓതുന്നവരാണ്, നന്നായി ഓതണം. ഒന്നോ അതിലധികമോ തവണ ഖത്തം തീർക്കണം ഇൻഷാ അല്ലാഹ്. പക്ഷേ പരിശുദ്ധ ഖുർആൻ ഓതുന്നതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം. അപ്പോൾ എന്തുണ്ടാവുന്നറിയോ? ഞാൻ എന്റെ ജീവിതത്തില് രഹസ്യമായൊരു തോന്നിയാസകനെ ചെയ്യാൻ നേരത്ത് ഓതി ആയത്തോർമ്മ വരും. യഅലമു ഖായിനത്തൽ അയുൻ വമാ തുഖ്ഫി സുദൂർ. ആര് കാണില്ലെങ്കിലും അല്ലാഹ് കാണുന്നുട്ടോ, തെറ്റ് ഞാൻ മാറിക്കും. എന്റെ ഭാര്യനോട് മോശമായിട്ട് പെരുമാറാൻ നേരത്തെ എനിക്ക് ഓർമ്മ വരും. വആശിറൂന ബിൽ മഅറൂഫ്. സ്വന്തം ഇണകളോട് ഏറ്റവും നന്നായി പെരുമാറണം കേട്ടോ, ഞാൻ ആ തോന്നിയാസ്ന്ന് മാറിക്കും. കലി വന്നിട്ട് അടിക്കാൻ നേരത്തെ എനിക്ക് ഓർമ്മ വരും. ഖാലിമീനൽ ഗൈള. കോപം വരുമ്പോ കടിച്ചറക്കുന്നവരാണ് വിശ്വാസികൾ. ഞാൻ ഖുർആൻ അനുസരിച്ചു മാറും. അവിഹിതമായ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോടോ തിരിച്ചൊരാൺകുട്ടിയോടോ തോന്നിയാസബന്ധമുണ്ടാകുമ്പം മുത്തഹിദ തഖ്ദാനിൻ, രഹസ്യ കാമുക ബന്ധം ഇസ്ലാമിൽ പാടില്ല എന്ന ഖുർആനിന്റെ ആയത്ത് ഓർമ്മ വരും. എന്റെ മുന്നിലേക്ക് പറമ്പ് വളച്ചു കെട്ടിയിട്ടോ അല്ലെങ്കിൽ സ്വത്തോഹരി വെക്കുന്നിടത്തോ അറിയാത്ത ഒരാൾ വരുമ്പോൾ അയാളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ നേരത്തോ എന്റെ മനസ്സിക്ക് ഓർമ്മ വരും. എന്തെന്നറിയോ? അനർഹമായി അയാളുടെ സമ്പത്തെടുത്താൽ ലാ തഅകുലു അംബാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. വിശ്വാസികളെ, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാഹ് നിഷിദ്ധമാക്കിയ രൂപത്തിൽ പൈസ എടുക്കരുത്, കഴിക്കരുത്. ആയത്ത് ഓർമ്മ വരും, മാറും. ആ മാറ്റത്തിനാണ് ഖുർആൻ, അതിനാണ് റമദാൻ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹി വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ പരിശുദ്ധ ഖുർആനിന്റെ അനുയായികളായതിൻ്റെ വലിയ അത്ഭുതവും സമാധാനവും ഓരോ സെക്കൻഡും നമ്മൾ അനുഭവിക്കുകയാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ച ഒരു സാധാരണക്കാരനായ ഒരു കലാകാരനെ അവൻ്റെ നിറത്തിൻ്റെ പേരിൽ ആക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ടാണ്. സത്യത്തിൽ ഈ ഇരിക്കുന്ന നമ്മൾക്കൊക്കെ എന്തൊരു അത്ഭുത സോങ്ങളെ, എന്തൊരു അത്ഭുതമാണ്. ഒരാളെ നിറത്തിൻ്റെ പേരിൽ, കറുപ്പിൻ്റെ പേരിൽ ആക്ഷേപിക്കുക എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അറിയോ? അവരുടെ മനസ്സിൽ മനുഷ്യർ തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ്. മനുഷ്യർക്കിടയിൽ അവർ വേർതിരിവുകൾ വെച്ചിട്ടുണ്ട് എന്നാണ്. നമ്മൾ ഖുർആനിന്റെ വക്താക്കളായതിൽ എത്ര അഭിമാനാണ്. അള്ളാഹു ലോകത്തെ മുഴുവൻ മനുഷ്യന്മാരെയും വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? യാ അയ്യുഹന്നാസ്, ലോകത്തെ മുഴുവൻ മനുഷ്യന്മാരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും ഒരു ബാപ്പാന്റെയും ഇമ്മാന്റെയും കുട്ടികളാണ്. ഒറ്റ
ഒറ്റപ്പാൻ്റെ ഒറ്റമ്മാൻ്റെ ആദം നബിന്റെ ഹവ്വാബിന്റെ മക്കളാണ്. ഇവിടുത്തെ ഡോക്ടറും പേഷ്യന്റും ഒരേ കുടുംബാണ്. മൗലവിയും ഇമാമും മഅ്മൂമും ഒരു കുടുംബാണ്. എഞ്ചിനീയറും അവന് കരാറ് കൊടുത്ത ആളും ഒരു കുടുംബാണ്. പണക്കാരനും പണിക്കാരനും ഒരു കുടുംബാണ്. തെങ്ങിൽ കയറി കരിക്കിടുന്ന സാധാരണക്കാരൻ നിഷ്കളങ്കനായൊരു പണിക്കാരനും അവന് കൂലി കൊടുക്കുന്ന മുതലാളി ഒരു കുടുംബാണ്. അങ്ങാടികളിലൂടെ ഭിക്ഷയാചിക്കുന്ന സാധുവായ മനുഷ്യനും അവന് പണം കൊടുക്കാൻ സന്മനസ്സുള്ള നമ്മളും ഒരു വാപ്പാൻ്റെ ഇമ്മാൻ്റെ കുട്ടികളാണ്. ലാ ഫളല ലി അറബിയിൻ വലാ അജമിയിൻ വലാ ലി അബിയള വലാ ലി അസ്വദ്. കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഒരു വ്യത്യാസവുമില്ല ഈ ലോകത്ത്, ഇല്ല. ഞാൻ വെളുത്തു എന്നതുകൊണ്ട് ഒരു തരിമ്പ് ശ്രേഷ്ഠത പടച്ചോന്റെ പക്കലില്ല. ഞാൻ കറുത്തു എന്നതുകൊണ്ട് ഒരു തരിമ്പ് ശ്രേഷ്ഠതക്കുറവും നിന്യതയും ഈ പ്രപഞ്ചത്തിലില്ല. ഇല്ല തഖ്വ, പടച്ചോനോട് കാരുണ്യത്തോടുകൂടി അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവരക്കാണ് അള്ളാഹുവിന്റെ പക്കൽ പദവിയുള്ളത്. നിറം, നാട്, വീട്, കുടുംബം ഒരു വ്യത്യാസവും ഈ ദീനിലില്ല, ലോകത്തില്ല. ഉണ്ടെന്ന് പറയുന്നവർ മനുഷ്യരല്ല, ഉണ്ടെന്ന് പറയുന്നവർ മനുഷ്യരല്ല. അറിയോ സഹോദരങ്ങളെ, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അബൂദർ റളിയല്ലാഹു അൻഹു അറിയാതെ ദേഷ്യം വന്നപ്പോ കറുത്തവന്റെ മോനെ എന്ന് വിളിച്ചു. കറുത്തവന്റെ മോനെ ഉടനെ പിന്മാറി. അറിയാതെ വിളിച്ചതാട്ടോ ബിലാൽ, അറിയാതെ വന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തി വിഷയം. പ്രവാചകൻ പറഞ്ഞ വാക്കെന്താ അറിയോ? അബൂദർറേ, ജാഹിലിയത്തിന്റെ ചളിക്കുണ്ടിൽ നിന്ന് നീ ഇതുവരെ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ജാഹിലിയത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല അബൂദർ. എന്നിട്ട് പറഞ്ഞെടുക്കാൻ, അബൂദർറേ, നിന്റെ കീഴിൽ ഒരു അടിമയുണ്ടെങ്കിൽ, അടിമക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ നിന്നെയാണ് അല്ലാഹു പരലോകത്ത് കൊണ്ടുവരിക. അടിമക്കുറങ്ങാൻ സ്ഥലം കിട്ടിയിട്ടില്ലെങ്കിൽ നിന്നെയാണ് പരലോകത്ത് അല്ലാഹു കൊണ്ടുവരിക. അടിമക്ക് സൗകര്യം കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ പാവപ്പെട്ടവനാണ്, ബാപ്പിയുമില്ലാത്തവനാണെന്ന പേരിൽ നീ ക്രൂശിക്കുന്നുണ്ടെങ്കിൽ അന്യായത്തിന്റെ പേരിൽ നീ ശിക്ഷിക്കപ്പെടും. അബൂദർറേ, ഇസ്ലാമിലേക്ക് രണ്ടാമത് വരാൻ മാത്രം ഗുരുതരമായ തെറ്റാണ് നിന്റെ നാവ് കൊണ്ടൊരാളെ കളറിന്റെ പേരിൽ കളിയാക്കുക എന്നുള്ളത്. എത്ര മഹത്വരമാണ് ദീൻ, എത്ര മഹത്വരം. നിങ്ങൾക്കറിയാം നിങ്ങളെ, ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയുടെ മുകളിലേക്ക് എങ്ങനെ കയറ്റലറിയോ? പ്രവാചകൻ കുമ്പിട്ട് നിൽക്കും. പ്രവാചകൻ ഷോൾഡറിൽ ബിലാൽ റളിയല്ലാഹുവിനോട് ചവിട്ടാൻ പറയും. ബിലാൽ റളിയല്ലാഹു, ഞാൻ ചവിട്ടൂല നബി അറിയും. നബിന്റെ ദേഹത്ത് ചവിട്ടേ, ബിലാലെ മുകളിലേക്ക് കയറാൻ വേറല്ല. പ്രവാചകൻ കുമ്പിട്ട് നിൽക്കും. പ്രവാചകന്റെ ഷോൾഡറിൽ മനസ്സോടുകൂടി ബിലാൽ റളിയല്ലാഹു അൻഹു, കറുത്തവനായ ബിലാൽ ചവിട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയുടെ മുകളിലേക്ക് കയറ്റും. അവിടുത്തെ എന്തെങ്കിലും പള്ളിയുടെ വർക്ക് അങ്ങനെയാണ് ചെയ്യുക. ബാങ്ക് കൊടുക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹുവിനെ വിളിച്ചു. ബിലാലെ കയറ്, അരിഹിനായ ബിലാ ബിസ്സലാ. ബിലാലെ, സമയമാകുമ്പോൾ നമസ്കാരം കൊണ്ട് എനിക്ക് സന്തോഷം കൊണ്ടാ. എന്തിനേറെ പ്രവാചകൻ പറഞ്ഞു, ബിലാലെ, ഇന്നലത്തെ സ്വപ്നത്തിൽ ഞാൻ നിന്നെ കണ്ടു. പ്രവാചകരെ, എവിടെ? നീ എന്റെ മുന്നിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അതിന്റെ അർത്ഥം നബിന്റെ മുന്നിൽ വേറെ ആൾ പ്രവേശിക്കുന്നല്ല. പ്രവാചകൻ വരുമ്പോഴേക്കും സ്വർഗം തയ്യാറാക്കാൻ ബിലാലെ നിന്നെയാണ് അല്ലാഹു തെരഞ്ഞെടുത്തത്. അതിന്റെ അടയാള ലക്ഷങ്ങൾ നമ്മുടെ പള്ളി ഹറമിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ഒന്നിച്ചിട്ടാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർ, കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, ഉയരം കൂടിയവരുണ്ട്, ഭാഷ അറിയുന്നവരും അറിയാത്തവരുമുണ്ട്, രാജകുടുംബത്തിൽപ്പെട്ടവരുണ്ട്, പണിക്കാരുണ്ട്. ഒരേ സ്വപ്പിൽ ഒരുപോലെ നിൽക്കാൻ ലോകത്ത് ഈ മതവിശ്വാസികൾക്കല്ലാതെ ആർക്കാണ് കൂട്ടരെ കഴിയുക? ഇതാണ് ഖുർആൻ. ഒരാളുടെ കാലിന്റെ താഴെ മറ്റൊരാൾ സുജൂദ് ചെയ്യുന്ന മനോഹരമായ നമസ്കാരം ലോകത്ത് ആർക്കാ കൂട്ടരെ കഴിയുക? ഹറമിന്റെ ഇമാം തവാഫ് ചെയ്യുന്നത് നമ്മൾ തവാഫ് ചെയ്യുന്ന അതേ കഅബക്ക് ചുറ്റും തന്നെയല്ലേ? അല്ലേ? പട്ടാളക്കാരും പോലീസുകാരും നിസ്കരിക്കുന്നതും നോമ്പ് തുറക്കുന്നതും ഒന്നിച്ചിരിക്കുന്നതും പാവപ്പെട്ടവരുടെ അതേ അടുക്കൽ തന്നെയല്ലേ? എന്തേ കാരണം? ലാ ഫളല ലി അറബിയിൻ വലാ അജമിയിൻ വലാ ലി അസ്വദ വലാ ലി അബിയദ് ഇല്ലാ തഖ്വ. കറുത്തവനും വെളുത്തവനും തമ്മിൽ വ്യത്യാസമല്ല. സഹോദരങ്ങളെ, ഖുർആനെ പറ്റി പറഞ്ഞുകൊണ്ട് വരാൻ, ഖുർആനാണ് നമ്മുടെ അടിയാധാരം. ആ ഖുർആൻ ജീവിതത്തിൽ പുലർത്തിയാൽ ലോകത്തെ എല്ലാത്തിനും മുകളിൽ നിൽക്കാം. ഒന്നുകൂടി പറയുന്നു, പിൻപറ്റുക, പിൻപറ്റുക, പിൻപറ്റുക. ആയത്തുകൾ കേട്ടാൽ ആലോചിക്കുക, ഖുതുബ കേട്ടാൽ ആലോചിക്കുക. പടച്ചോനെ,
എന്നെ പറ്റിയിട്ടാണല്ലോ, ഞാനാണല്ലോ മാറേണ്ടത്. അള്ളാഹു നാളെ പരലോകത്ത് ചോദിക്കോലോ, ആയത്ത് ഞാൻ നിന്നോട് പറഞ്ഞതാണല്ലോ, കലാമുള്ളയാണല്ലോ, അള്ളാന്റെ സംസാരാണല്ലോ, ഞാനാണല്ലോ മാറാനുള്ളത്, എന്നോട് മാറാനാണല്ലോ സംസാരിക്കുന്നത്, ഞാൻ മാറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഓരോ ഓത്തും സ്വർഗത്തിന്റെ വഴിയാകട്ടെ, ഓരോ ഹിഫ്ളും സ്വർഗത്തിന്റെ വഴിയാകട്ടെ, ഓരോ തജ്വീദും സ്വർഗത്തിന്റെ വഴിയാകട്ടെ. അതിന് ഓത്തിന്റെയും തജ്വീദിന്റെയും ഹിഫ്ളിന്റെയും കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിൽ പകർത്തുക എന്ന ഖുർആനിനോടുള്ള ഒന്നാമത്തെ ബാധ്യതകൾ നിർവഹിക്കുന്നവരായി നാളെ പരലോകത്ത് അൽ ഖുർആനു വർ റമളാനു യശ്ഫആനി ഫീ യൗമിൽ ഖിയാമ പരിശുദ്ധ